അവകാശത്തെ വർണ്ണിച്ച ദൈവത്തിന്റെ മക്കളാ. ഈ അവകാശം എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട്? വെള്ളം വേണം. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദേശത്തിന്റെ പല ഭാഗങ്ങളിലും ജില്ലയുടെ പല ഭാഗങ്ങളിലൊക്കെയും ചെന്നതുപോലെ ദൈവത്തെ വിളിച്ചു പറയുവാൻ ഇടയായ റെസ്റ്റില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ശബ്ദം ഇല്ല. പലപ്പോഴും ശബ്ദമില്ലാത്ത അവസ്ഥ വന്നാലും പാടാൻ സാധിച്ചില്ലെങ്കിലും പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് തോന്നിയെങ്കിലും ഈ പുൽപ്പിറ്റിൽ കയറി നിൽക്കുമ്പോൾ എന്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ഞാൻ മടിച്ച് പുറകോട്ട്, നേരത്തെ ദൈവദാസി പറഞ്ഞതുപോലെ ഞാൻ മടിച്ച് പുറകോട്ട് പോകുകയില്ല. കാരണം കർത്താവിന്റെ വരവ് അടുത്തുപോയി. മുൻപൊക്കെ അധിക സമയം കിടന്നുറങ്ങുമായിരുന്നു പകല്. ഇപ്പോൾ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ദൈവമക്കൾ പകല് കിടന്നുറങ്ങുകയില്ല. കാരണം ഭയമാണ്. നാം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നുവെങ്കിലും ഈ സുവിശേഷത്തിന്റെ മാനസാന്തരത്തിലേക്ക് കടക്കുവാൻ ദൈവമക്കൾ ആദ്യം തയ്യാറാകണം. ദൈവമക്കൾക്കാണ് കൂടുതൽ മാനസാന്തരത്തിന്റെ ആവശ്യം. അത്രത്തോളം ഈ ലോകത്തിന്റെ അന്ധകാര പ്രഭു ഓടി നടന്ന് അവന്റെ ജോലി ചെയ്യുന്നു. അവന്റെ പക്ഷത്ത് എത്ര പേരെ ചേർക്കാമെന്ന്. അതുകൊണ്ട് എന്റെ വചനത്തിലേക്ക് കടന്നു വന്നില്ല. വചനം ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 78-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ സന്ദർശന ദിവസം ശിമോന്റെ കൂടെ നിന്ന് ഈ രക്ഷയുടെ ഈ പുത്രനെ എന്റെ കണ്ണും കണ്ടുവല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്കും പറയാം. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ ഭവനത്തില് നമുക്കുള്ളവർ എത്രയോ പേർ ഈ രക്ഷയുടെ അനുഭവത്തിൽ, ഈ പെട്ടകത്തിൽ കയറാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 3 അദൃശ്യ ശക്തികളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണത്? മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. പാപത്തിന്റെ സവിശേഷത നിറഞ്ഞ ഈ ശരീരത്തിന്മേൽ 3 അദൃശ്യ ലക്ഷണങ്ങളുണ്ട്, അദൃശ്യമായ ശക്തികളുണ്ട്. തിരിച്ചറിയുക. ഒന്ന് ദൈവശക്തി, രണ്ടാമത്തത് ജഡിക ശക്തി, മൂന്നാമത്തത് പൈശാചിക ശക്തി. ഹല്ലേലൂയ. നമ്മൾ ഇതേതു ശക്തിയുടെ പക്ഷത്തുള്ളവരാണ്? ദൈവശക്തിയുടെ, ആത്മശക്തിയുടെ പക്ഷത്തുള്ളവരാണ്. ഈ ആത്മശക്തി എവിടെ നിന്നാണ്? ഞാൻ നേരത്തെ വിവരിച്ചതുപോലെ രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവനും ലോകാതിനാഥൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസി എന്ന പരിശുദ്ധൻ എന്ന നാമമുള്ളവരുമായ ദൈവത്തിങ്കൽ നിന്ന് വരുന്ന ശക്തി, അത് പ്രാപിച്ചവരാണ് നാം. എന്നാൽ ആ ശക്തിയെ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാതെ വണ്ണം കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചതുപോലെ നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ട് കൂട്ടായ്മയിലേക്ക് നടക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ എത്രയോ പേര് ദൈവമക്കളായിട്ടുണ്ട്. പക്ഷെ എത്രയോ പേര് ഇവിടെ വന്നു. പക്ഷെ വചനം പറയുന്നു നിങ്ങളുടെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കണമെന്ന്. വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ, അത് വർദ്ധിപ്പിച്ച് അന്വേഷിച്ച് കണ്ടെത്തി വീണ്ടും വീണ്ടും ദൈവത്തെ കുറിച്ച് അന്വേഷിച്ച് അടുത്തടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നത് വരെ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവല് നമ്മുടെ കൂടെ ഉണ്ടാകും. അതല്ല എങ്കിൽ അടുത്ത ശക്തി എന്തുവാണ്? ജഡിക ശക്തി. ഈ ജഡിക ശക്തിക്ക് എപ്പോഴും എങ്ങോട്ടാണ് നോട്ടം? അതിന് മണ്ണിലേക്കാണ് നോട്ടം. മണ്ണിൽ നിന്നെടുത്ത്, മണ്ണിലെ പൊടിയെടുത്ത് നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ആ ശക്തി നമ്മുടെ ശരീരത്തിൽ തന്നിട്ടും നാം അതിനെ വകവയ്ക്കാതെ ജഡത്തിന്റെ ശക്തിയുടെ പുറകെ പോകുന്നെങ്കിൽ അത് ക്ഷണികമാണ്. അത് അല്പസമയത്തേക്കേ ഉള്ളൂ. അത് പൊടിയെന്ന് ദൈവം ഓർത്തിട്ടാണ് ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വെളിച്ചമായി തീർന്നത്. അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ രക്ഷിക്കുവാൻ ദൈവം അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ
ആൾക്കാർ പറഞ്ഞേക്കും ഇവർക്ക് വേറൊരു പണിയുമില്ല, ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇരുന്നു കൊണ്ട് കുറെ ദൈവകാര്യം പറയുന്നു. അതിനൊരു ഉദാഹരണം കൂടി പറയുകയാണ്. കുറെ പശുക്കളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോവുകയാണ്. ആ വണ്ടിയിൽ സഞ്ചരിച്ച്